ഹലോ ഗായ്സ്! കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓണം സീരീസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഈ പ്രാവശ്യവും ഞാൻ അത് തന്നെ ചെയ്യാമെന്ന് ഓർക്കുകയാണ്. ഇവിടെ ഞാൻ 1 to 2 ഇയർ ഓൾഡ് കിഡിൻ്റെ ഒരു പട്ടുപാവാട ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 to 2 ഇയർ ഓൾഡ് കിഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പാറ്റേൺ വരയ്ക്കണം. സോ നമ്മൾ ബേസ് ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്തും ഞാൻ രണ്ടും സെയിം പോയിന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് 2.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ താത്തി മാർക്ക് ചെയ്യുക. ദെൻ ആം ഹോൾ ഡെപ്ത് നമ്മൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ ഡെപ്ത് എപ്പോഴും ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികൾക്ക് ഇടാനുള്ള കംഫർട്ടിന് അതായിരിക്കും ബെറ്റർ. ദെൻ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുക. എത്രയാണോ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം ടോപ്പിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യുക. എപ്പോഴും ഷോൾഡർ പോയിന്റിൽ നിന്നായിരിക്കണം മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വേസ്റ്റ് റൗണ്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ ഡെപ്തിൻ്റെ 2 സെൻറ്റർ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ ആദ്യത്തെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 0.25 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നമ്മളത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെക്ക് ഞാൻ എക്സാക്ട് വീനെക്ക് അല്ല, ഇച്ചിരി കേർവി ആയിട്ട് വന്നിട്ട് വീനെക്ക് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടൊരു 0.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ലൈൻ ഒന്ന് ഇച്ചിരി കേർവി ആയിട്ട് കൊടുക്കുക. അപ്പം നമുക്കൊരു കുറച്ചും കൂടി വൈഡായിട്ട് നമുക്ക് വീനെക്ക് കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും ഒത്തിരി കുഴിഞ്ഞ് അകത്തോട്ട് കയറിയിരിക്കും. അതാകുമ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കഴുത്ത് ഒത്തിരി ഇടുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. സോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് ബോഡീസ് വെച്ചിട്ടാണ് ഞാൻ ട്രേസ് ചെയ്യുന്നത്. ഈ ഒരു ടൂളിൻ്റെ പേരാണ് ട്രേസിങ് വീൽ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്ക് ബോഡീസ് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻസ് മാത്രം നമ്മളിങ്ങനെ ട്രേസ് ചെയ്തെടുത്താൽ മതി. കാരണം ബാക്ക് നെക്ക് ഞാൻ കുറച്ചും കൂടി കയറ്റി കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടെ ട്രേസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ അവിടുന്ന്, അതായത് നമ്മൾ നോർമൽ വരച്ച നെക്ക് ലൈനിൽ ഒരു 1 ഇഞ്ച് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പാറ്റേണും ഫ്രണ്ട് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് ബോഡീസിന് ഒരു സെപ്പറേഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഫ്രിൽസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഞാൻ ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്നും നമ്മുടെ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ നിന്നും രണ്ടിൻ്റെയും സെൻറ്റർ പോയിന്റ്സ് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കണ്ടുപിടിച്ച സെൻറ്റർ പോയിന്റ്സ് കണക്ട് ചെയ്ത് നമ്മളൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. സോ ഈ ലൈൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് അതിനുള്ളിലായിരിക്കും നമ്മൾ ഗ്യാതറിങ്സ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിത് ലൈനിങ് പീസിലോട്ട് ട്രേസ് ചെയ്യാൻ ഓർക്കുകയാണ്. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഈ പാറ്റേൺ കൊള്ളുന്ന രീതിയിൽ ഫാബ്രിക്സ് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. നമ്മൾ പാറ്റേൺ വരയ്ക്കുമ്പോഴുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ഫാബ്രിക് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ എന്നൊരു ഐഡിയ കിട്ടും. സോ അതും ഒരു ബെനിഫിറ്റ് തന്നെയാണ് നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഫാബ്രിക്കിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും മെഷർമെൻറ്റ്സിലൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നാൽ നമ്മുടെ അത്രയും ഫാബ്രിക് വേസ്റ്റ് ആവും. സോ എന്തുകൊണ്ടും ബെറ്റർ നമ്മളൊരു ഡ്രാഫ്റ്റിംഗ് പേപ്പറിൽ ട്രേസ് ചെയ്തിട്ട് പിന്നെ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ബാക്ക് പാറ്റേൺ ട്രേസ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിൽ ഹുക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് നമ്മൾ ഫോൾഡഡ് പാർട്ടിൽ നിന്ന് വിട്ടിട്ടാണ് ട്രേസ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യുന്നുണ്ട്. ലൈനിങ്ങിൽ ഫ്രണ്ട് ബോഡീസിന് ഞാൻ സെപ്പറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മെയിൻ ഫാബ്രിക്കിലാണ് ഈ ലൈൻ വരച്ചത് കട്ട് ചെയ്തിട്ട് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുക. സോ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഡ്രാഫ്റ്റിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ പാർട്ടായിട്ട് വരും. അതിൻ്റെ 2 സൈഡിലും ആയിരിക്കും സെക്കൻഡ് ഞാൻ ഫിക്സ് ചെയ്യുന്ന ഡ്രാഫ്റ്റിംഗ് പേപ്പർ കണക്ട് ചെയ്യുന്നത്. സോ ഇത് രണ്ടും നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത് ഫിക്സ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് പേപ്പർ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. കാരണം 2 സൈഡിലോട്ടും ജോയിൻ ചെയ്യാനുള്ളതാണല്ലോ. സോ ഇവിടെയും സീം അലവൻസ് എല്ലാം എപ്പോഴും സെയിം തന്നെയാണ്. നമ്മുടെ സൈഡ് സീം എല്ലാം 1 ഇഞ്ചാണ്, നെക്കും 0.25 ഇഞ്ച്, ഷോൾഡർ 1/2 ഇഞ്ച്. പക്ഷെ നമ്മുടെ ജോയിനിങ് പോർഷൻ ഉണ്ടല്ലോ, ഈ അറ്റാച്ച് ചെയ്യുന്ന ജോയിനിങ് പോർഷൻ അവിടെ നമ്മൾ സീം അലവൻസ് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ.
ഇനി ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി യോക്ക് പോർഷനിൽ പ്ലീറ്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലീറ്റ്സിനകത്ത് ഞാൻ പൈപ്പിങ്ങും കൂടി കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫാബ്രിക് തന്നെയാണ് ഞാൻ പൈപ്പിങ്ങിനായിട്ട് എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് ഫൂട്ടർ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് കോഡ് ഇതിനുള്ളിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1 ഇഞ്ച് വിത്തിൽ ഫാബ്രിക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ചിങ്ങിൻ്റെ കാര്യമാണ്. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയാണ് ഞാൻ ലെങ്ത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗ്യാദറിങ്സിന് ഷേപ്പ് കൊടുക്കത്തില്ല, അതേപോലെ തന്നെ ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 2.2 ഇഞ്ച് മതിയാവും കേട്ടോ. സോ ഇനി നമ്മൾ ഈ 2 ഫാബ്രിക്കിൻ്റെയും നല്ല വശവും ചേർത്ത് വയ്ക്കുക. അതിൽ പൈപ്പിംഗ് വെച്ചതിന് ശേഷം പൈപ്പിംഗ് ഫാബ്രിക് വെച്ചതിന് ശേഷം നല്ല ഫാബ്രിക് വെച്ച് ഇതേപോലെ ചേർത്തടിക്കുക. സോ അപ്പോൾ നമുക്ക് കണ്ടോ ഇതേപോലെ സെൻറ്റർ പാർട്ടിൽ പൈപ്പിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. പൈപ്പിംഗ് കോഡ് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിലായിരിക്കും എന്താ പറയുന്നത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഇനി കുഞ്ഞി നൈഫ് പ്ലേറ്റ്സ് കൊടുക്കുക. ഞാൻ 3 ഇരട്ടി എടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലേറ്റ്സ് എല്ലാം 3 ലെയറിലാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 ഇരട്ടി എടുക്കുന്നത് കേട്ടോ. സോ ഇതേപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്സ് കൊടുത്ത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ഇരട്ടി എടുക്കുമ്പോഴത്തേക്കും ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ ടോപ്പ് ലെങ്ത് ആ ലെങ്ത്തിലോട്ട് വരും. അപ്പം ആ ഗ്യാദറിങ്സ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സീം അലവൻസും കൂടി ചേർത്താണല്ലോ ഫാബ്രിക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സീം അലവൻസ് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ 1/2 ഇഞ്ചും ഹെമ്മിൻ്റെ 1 ഇഞ്ചും മാർക്ക് ചെയ്യുക. സോ ആ പോയിന്റിനുള്ളിലായിരിക്കണം നമ്മുടെ പ്ലീറ്റ്സ് വരേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല പാടായിരിക്കും. സോ ഇതാണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പോൾ നമ്മൾ 2 സൈഡിലോട്ടും പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത് നമ്മുടെ സെപ്പറേഷൻ ഫാബ്രിക് എടുക്കുക. അതും ഇതേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മളൊരു 0.25 ഇഞ്ച് വിട്ടിട്ടായിരുന്നു പാറ്റേൺ ട്രേസ് ചെയ്തത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ 0.25 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സീം അലവൻസ് ആണ്, അതായത് ബാക്ക് ഓപ്പണിംഗ് ആണ്. അവിടെ നമ്മൾ ഹുക്ക് ആൻഡ് ഐ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രാപ്പൊക്കെ അറ്റാച്ച് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് 0.25 ഇഞ്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ബാക്ക് ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
സ്കേർട്ട് നമ്മൾ സർക്കുലർ സ്കേർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സർക്കുലർ സ്കേർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഫാബ്രിക്സ് നമ്മൾ 2 വട്ടം ഫോൾഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫാബ്രിക്കിന് വിഡ്ത്ത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾ അഡീഷണൽ ഫാബ്രിക്സ് അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്കേർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ജോയിനിങ് ലൈൻ കാണാൻ പറ്റും. അത് അത്ര രസം ഉണ്ടായിരിക്കത്തില്ല. സോ സ്കേർട്ടിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ റേഡിയസ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് ഒരു സർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെയാണ്? സർക്കംഫറൻസ് പ്ലസ് ഈസ് ഡിവൈഡഡ് ബൈ 2π. ഈസ് ഞാനിവിടെ അഡീഷണൽ എടുക്കുന്നതാണ്. മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സർക്കംഫറൻസ് ബൈ 2π ആണ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുക്കുന്ന ഹിപ്പ് റൗണ്ട് ആണ്. അപ്പോൾ 1 to 2 year old കിഡിൻ്റെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. അതിനോടൊപ്പം ഞാനൊരു 2 ഇഞ്ച് ഈസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലുള്ളൊരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് അഡീഷണൽ ആഡ് ചെയ്യുന്നത്. ആൻഡ് ഡിവൈഡഡ് ബൈ 2π. പൈ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. അപ്പോൾ 3.14 ഇൻറ്റു 2 6.28. അപ്പം നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3.8 ഇഞ്ചാണ്. ഈ സർക്കംഫറൻസ് ഞാൻ ഇവിടെ ഹിപ്പ് റൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. ചിലർ വേസ്റ്റ് റൗണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ 3.8 ഇഞ്ച് നമ്മൾ ഫാബ്രിക് ഫോൾഡ് ചെയ്ത ആ പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ആ 3.8 ഇഞ്ച് നമ്മൾ 2 ലെങ്ത്തിലോട്ടും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് എന്താ, റേഡിയസ് ആണല്ലോ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 3.8 ഇഞ്ച് നമ്മൾ കോർണറിൽ ഫിക്സഡ് ആക്കിക്കൊണ്ട് ഇതേപോലെ ടേപ്പ് നീക്കി നമ്മൾ ആ പോയിന്റ്സ് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. ബാൻഡ് ഇല്ലാണ്ട് തന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അതിനോടൊപ്പം ഞാൻ ബോട്ടം പോർഷൻ ഹെം പോർഷൻ മടക്കി അടിക്കാൻ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. 16 ഇഞ്ച്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റും നമ്മുടെ ഫോൾഡഡ് പാർട്ട് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. ഈ 20 ഇഞ്ച് നമ്മൾ ഫിക്സഡ് ആക്കിക്കൊണ്ട് ടേപ്പ് ഇതേപോലെ മൂവ് ചെയ്ത് നമ്മുടെ ഹെം പോയിന്റ്സ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നീറ്റായിട്ട് നമുക്ക് ഹെം ജോയിനിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് ഇൻക്ലൂഡിങ് ബാൻഡ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. ഞാൻ ബാൻഡിൻ്റെ വിഡ്ത്ത് ഇവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ലെങ്ത് എത്രയാണ് വരുന്നത്? 15 ഇഞ്ച്. ആ 15 ഇഞ്ചിൻ്റെ ഒപ്പം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി കൊടുത്താണ് ഇവിടെ 16 ഇഞ്ച് ഞാൻ എടുത്തത് കേട്ടോ. ഇനി നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്തായിരുന്നല്ലോ, അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ട്, അവിടെ ഞാനൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് സീം അലവൻസും കൂടി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെം പോർഷനും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട് ഇതിന്. അപ്പോൾ ലൈനിങ് കൊടുക്കാനായിട്ട് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ഒരു 2 ഇഞ്ചും കൂടി കുറച്ചിട്ടാണ് ലൈനിങ് പീസിൻ്റെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിന് എനിക്ക് ഫാബ്രിക്കിന് അത്യാവശ്യം വിട്ടില്ലായിരുന്നു. കറക്റ്റ് ഇതേപോലെ തന്നെ 2 ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് വിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹാഫ് സർക്കുലർ സ്കേർട്ടാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അത് തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്താൽ മതിയാവുമല്ലോ. സോ ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ഫാബ്രിക് ഞാൻ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മെയിൻ സ്കേർട്ട് ഉണ്ടല്ലോ അത് ഇതേപോലെ നമ്മുടെ ലൈനിങ് പീസിന് പുറത്തോട്ട് വെക്കുക. രണ്ടിൻ്റെയും ഫോൾഡഡ് പാർട്ട് ഒരുമിച്ച് വരുന്ന പോലെ നമ്മൾ വെക്കുക. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലൈനിങ് പീസ് ഇതേപോലെ ഞാൻ 2 എണ്ണമാണ് 2 ഫാബ്രിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം എനിക്ക് ലൈനിങ് പീസിൽ അത്യാവശ്യം വിഡ്ത്ത് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇതേപോലെ ഹാഫ് സർക്കുലർ സ്കേർട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫാബ്രിക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ മെയിൻ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. അതാണ് ഞാനിവിടെ എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. സോ ഇതിന് കട്ട് ചെയ്തതിന് ശേഷം അടുത്തൊരു ഫാബ്രിക്കിലോട്ട് വെച്ചിട്ട് വീണ്ടും ഞാനത് തന്നെ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമുക്ക് ഈ 2 സർക്കുലർ സ്കേർട്ടിൻ്റെ 2 എൻഡ് തമ്മിൽ, അതായത് ഇത് ഇപ്പോൾ ഹാഫ് സർക്കുലർ സ്കേർട്ടാണല്ലോ, ഇതിൻ്റെ 2 എൻഡും ഈ 2 എൻഡ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫുൾ സർക്കുലർ സ്കേർട്ട് കിട്ടും. എനിക്ക് ഫാബ്രിക്കിന് അത്യാവശ്യം വിട്ട് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മെയിൻ സ്കേർട്ട് ചെയ്തതുപോലെ തന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും.
ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.